എൻ്റെ പേര് ജോണി ജോർജ്. ഞാൻ ആലക്കോട്, കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ ആലക്കോട് നെല്ലിപ്പാറ എന്ന സ്ഥലത്ത് നിന്നായിരുന്നു. എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നമായിരുന്നു, കുറേ കാലമായിട്ടുണ്ട്. ഞാൻ മരുന്നുകൾ അങ്ങനെ കഴിക്കാറില്ലെങ്കിലും ചേഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാറുണ്ടായിരുന്നു. അത് കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഇത് വർഷങ്ങളായിട്ടുള്ളതുകൊണ്ട് ഇപ്പം ഇച്ചിരി കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു. ഓരോ രീതിയിലുള്ള ചിലപ്പോൾ സമയം ഇത് വയറ് നിറഞ്ഞായി പോയി കഴിഞ്ഞാൽ പിന്നെ ശ്വാസം മുട്ടൽ ഫീൽ ചെയ്യും. പിന്നെ കഫം വരുന്നു, പിന്നെ മൂക്കടപ്പ്, ഇതൊക്കെയാണ് ഇപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എൻ്റെ അളിയനും പെങ്ങളും ഇവിടെ വന്ന് ഒരു 21 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോയപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇങ്ങനെ ചെയ്താൽ അവിടെ പോകണം, പോയി കഴിഞ്ഞാൽ വ്യത്യാസം ഉണ്ടാകുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കണ്ണൂർ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്ലാസ്സിൽ, ഡോക്ടർ ക്ലാസ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്യും, ആ ഡോക്ടറെ കാണുകയും ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു 15 ദിവസം ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്. വന്ന ശേഷം എനിക്ക് 2-3 ദിവസത്തേക്ക് പിന്നെ വിശപ്പിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായി. അത് കഴിയുമ്പോഴത്തേക്ക് എനിക്കത് ഫീൽ ചെയ്യാൻ തുടങ്ങി. ശാരീരികമായിട്ട് ചെറിയ പനി പോലെ ഫീൽ ചെയ്യുന്നതും വായിക്കാത്ത കയ്പ് വരുന്നതും ടയർഡ്നെസ് എല്ലാമായി. അത് കഴിഞ്ഞ് കുറേശ്ശെ എൻ്റെ വെയിറ്റ് കുറയാൻ തുടങ്ങി. ഏകദേശം 2-2.5 കിലോ എടുത്തിട്ട് കുറഞ്ഞിട്ടുണ്ട്. വയറ് ഇത് വന്നു, വയറ് കുറഞ്ഞു. അങ്ങനെയുള്ള പിന്നെ അത് കുറഞ്ഞതോടുകൂടി എനിക്ക് കഫത്തിൻ്റെ ആ പ്രശ്നം മാറി, ശ്വാസം കൊണ്ട് മാറി. ഇതാണ് മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇവിടുത്തെ ഭക്ഷണ രീതി എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ വിചാരിക്കുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യണം. മോനുണ്ട്, വീട്ടിൽ ചെന്നാലും ഇപ്പോൾ ഇവർ പറയുന്നത് 3 മാസം കണ്ടിന്യൂ ചെയ്യണമെന്നാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ അത് ചേർന്നു. പിന്നെ ഇത് നല്ലൊരു ഇതാണ്. സാറിൻ്റെ ക്ലാസ്സുകൾ പിന്നെ യൂട്യൂബിലൂടെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തു. അപ്പം എനിക്കത് നല്ലൊരു കാര്യമാണ്. ചെയ്യുന്ന കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു ഫീലിംഗാണ് ഉണ്ടായത്. അത് മറ്റുള്ളവർക്കും കൂടെ പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. അത് കഴിയുന്ന വീട്ടിലും മറ്റുള്ളവരോടും ഇങ്ങനെ കൂടുതലായി വിഷമിക്കുന്ന അസുഖമുള്ളവരോട് കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് ബോധ്യപ്പെടുത്തുക അവരെ. പക്ഷെ നമ്മൾ പറഞ്ഞാൽ എത്ര ആവുമെന്നറിയില്ല, എങ്കിലും അവർ വന്ന് ഇവിടെ നിന്നാലേ അവർക്കത് ഫീലാവുള്ളൂ. എൻ്റെ അനുഭവത്തിൽ അതാണ്. പറഞ്ഞെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഇവിടെ വന്നിട്ട് അതിൻ്റെ ആ ടൈം ഡ്യൂറേഷനിൽ ചെയ്യുകയും അത് ചെയ്താൽ മാത്രമേ നമുക്കത് ഉണ്ടാവുള്ളൂ. അതാണ് എനിക്ക് ഇവിടെ വന്നിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യം. ഇവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ ഇതിൽ വെച്ച് എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ ഇത്രമാത്രമാണ്.